ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോസ്മേരിയുടെ തൈകളാണ്. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതുപോലെ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫ് ഉണക്കി നമുക്ക് എണ്ണ കാച്ചി എടുക്കാനും അല്ലാണ്ട് തന്നെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെയർ ബെനിഫിറ്റ്സിന് കാരണമാകും. ഒത്തിരി നന്നായിട്ട് മുടി വളരാനും ഒക്കെ ഉപകാരമുള്ളതാണ് കേട്ടോ ഈ റോസ്മേരി. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. 80 രൂപയാണ് കേട്ടോ തൈകൾക്ക് വരുന്നത്. പിന്നെ ഉള്ളത് ജർബറയാണ്. ജർബറയുടെ 6 കളർ വരുന്നുണ്ട്. നമുക്ക് റെഡ് വരുന്നുണ്ട്, പിന്നെ അത് ഈ ഒരു മജന്ത ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ജർബറയുടെ 6 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അതേ അടുത്തതായിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ്. തീരെ ചെറിയ തൈകളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മൾ ഈ കോംബോയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് വന്നേക്കുന്നത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് ഷെയ്ഡാണ്. പിന്നെയുള്ളത് വൈറ്റ് ആണ്. പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ജർബറ പ്ലാന്റ്സിൻ്റെ യൂസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ കട്ട് ഫ്ലവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗാർഡനിൽ മനോഹരം ആക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റാണ്. അത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ കോംബോ വരുന്നത് 580 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു റോസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ റോസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഓൺ റൂട്ടഡും നാടൻ റോസും ബഡ്ഡിങ്ങും ഒക്കെ മിക്സഡ് ആയിട്ട് ആണ് വീഡിയോ കാണിക്കുന്നത്. ഇത് പീച്ച് ക്രീക്കറി റോസാണ്. പീച്ച് ക്രീക്കറിയുടേത് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അടുത്തതായിട്ടുള്ളത് കപ്പ് കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഡച്ച് റോസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ലതുപോലെ പൂക്കും, നിറയെ പൂക്കളുണ്ടാവും. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത്. പിന്നെയുള്ളത് പല കളറിലായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് പീസ് ആൻഡ് ലവ് റോസാണ്. പീസ് ആൻഡ് ലവിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ആ പൂക്കൾക്ക് ഓരോന്നിനും ഓരോ നിറമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദേ കാണുന്നില്ലേ, ഓരോ കളർ ഷെയ്ഡും ഡിഫറെൻ്റ് ആണ്. പിന്നെയുള്ളത് ഈ ഒരു സെൻറ്റഡ് റോസാണ്. പെർഫ്യൂമിൻ്റെ മണമുള്ളൊരു റോസാണ് കേട്ടോ ഈ ഒരു സെൻറ്റഡ് റോസ് എന്ന് പറയുന്നത്. നല്ല മണമാണ്. നമ്മുടെ പനിനീർ റോസിനെയൊക്കെ തന്നെ പിടിച്ച് നിൽക്കുന്ന അത്രയും സ്മെല്ലോട് കൂടിയൊരു ഫ്ലവറാണ്. എന്തേ കണ്ടില്ലേ, ഇതിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയല്ലേ. ഒരു പരവതാനി വിരിച്ചതുപോലെ കിടക്കുമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ്സ് എടുക്കുന്നിടത്ത് നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കളായിട്ട്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കരിഷ്മ റോസാണ്. ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന കരിഷ്മ റോസിൻ്റെ തൈകളാണുള്ളത്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ് വെച്ച് പുതിയ തൈകളാക്കി എടുക്കുന്നതാണ്. ബഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, കാട്ട് റോസിൽ നമ്മൾ ആവശ്യമുള്ള പ്ലാന്റ് ബഡ് ചെയ്തെടുക്കുന്നതാണ്, വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് ബഡ് ചെയ്തതെന്ന് പറയുന്നത്. ഇത് കുത്തു റോസാണ്, കുത്തുമഞ്ഞ. മഞ്ഞ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കളറിലും. യെല്ലോയുടെ തന്നെ നമ്മളതിൽ ഇപ്പോൾ ഒരു 4 വെറൈറ്റി വരുന്നുണ്ട്. ഓൺ റൂട്ടഡ് 2 എണ്ണവും പിന്നെ മാംഗോ യെല്ലോയും കൊത്തുമഞ്ഞയും. പിന്നെ ഇത് വന്നിട്ട് സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണുള്ളത്. പിന്നെയുള്ളത് റോസാപ്പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയോ റോസാണ്. ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും. അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. എപ്പോഴും ഗാർഡനിൽ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ്. നിറയെ പൂക്കൾ തരും. അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസാണ്. പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ലതുപോലെ ഫ്ലവറിങ് ആവുകയും ചെയ്യും. നിറയെ പൂക്കൾ തരും. ബഞ്ചായിട്ട് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ്. അടുത്തതായിട്ടുള്ളത് മാംഗോ യെല്ലോ റോസാണ്. യെല്ലോ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റോസാണ് കേട്ടോ. വീട്ടിൽ ഒരു റോസ് തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു യെല്ലോ ഷെയ്ഡിലുള്ള പൂക്കൾ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിന് പറ്റിയൊരു റോസാണ് മാംഗോ യെല്ലോ. അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഓൺ റൂട്ടഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡെൻഡ്രോബിയൊക്കെ ഓർക്കിഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലവർ നമ്മുടെ ഓർക്കിഡ് എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് ആ ഒരു സെയിം മെത്തേഡിലാണ് ഇതും ഫ്ലവറിങ് ആവുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓർക്കിഡ് റോസ് എന്ന് നെയിം വന്നേക്കുന്നത്. അടുത്തതായിട്ടുള്ള സ്റ്റെറീന റോസ് എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് മിനിയേച്ചർ റോസാണ്. പൂക്കളുടെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് ബാക്കിയുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. സെൻറ്റർ പോർഷനൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. കുഞ്ഞു തുടക്കത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഇതളുകളിലോട്ട് വരിക എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെയുള്ളത് പേർഷ്യൻ വൈറ്റ് അല്ലെങ്കിൽ കമ്മൽ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ്. മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കാരണം അത്രയും ചെറിയ പൂക്കളുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെയുള്ളത് റെഡ് ബട്ടൺ റോസാണ്. റെഡ് ബട്ടൺ
ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലാണ് ഫ്ലവറിങ് വരുന്നത്. നിറയെ പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ലീഫൊക്കെ വന്നിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാണ് ലീഫും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഉള്ളത് ദേ ഈ ഒരു 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് റോസിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7 ദിവസം കൊഴിയാതെയും വാടാതെയൊക്കെ നിൽക്കുന്നൊരു റോസാണ് 7 ഡേയ്സ്. നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ടും. ഹൈബ്രിഡ് ടീ റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമുക്ക് റെയറായിട്ട് മാത്രം കിട്ടുന്ന ഈ ഒരു റോസാണ്, നാടൻ മഞ്ഞ റോസാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മുമ്പുണ്ടായിരുന്നത് വലിയ പ്ലാന്റ്സ് ആയിരുന്നു പോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെറിയ പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെയറായിട്ടുള്ള ഒരു പ്ലാന്റിൽ പെട്ടതാണ് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. എല്ലാ തവണയും നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ പറ്റാറില്ല, കാരണം അത്രമാത്രം ക്വാണ്ടിറ്റി കുറവിലൊക്കെ കിട്ടുന്നൊരു പ്ലാന്റും റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു പ്ലാന്റും കൂടെയാണ് കേട്ടോ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ബ്രിട്ടീഷ് ക്യൂൺ റോസാണ്. ഇതും നല്ല ഭംഗിയും നല്ല മണമൊക്കെ ഉള്ളൊരു റോസാണ്. ബേബി പിങ്കും വൈറ്റും ഷെയ്ഡിലാണ് ഇത് ഫ്ലവറിങ് ആവുക എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടെയാണ്. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. ചില പ്ലാന്റ്സൊക്കെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്